ആം ആദ്മി പാർട്ടിക്കും തൃണമൂൽ കോൺഗ്രസിനും പിന്നാലെ ഇന്ത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികളെയും ആശങ്കയിലാക്കി പിളർപ്പ് ഭീഷണി. വിമത ഭീഷണിക്കിടെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ നിർണായക യോഗത്തിൽ പങ്കെടുത്തത് 9-ൽ 3 എംപിമാർ മാത്രം. അതേസമയം സമാജ്വാദി പാർട്ടിയിൽ പിളർപ്പെന്ന റിപ്പോർട്ടുകൾ നേതൃത്വം തള്ളി. ഓപ്പറേഷൻ ടൈഗർ ദൌത്യത്തെ തകർക്കാൻ ലക്ഷ്യം വെച്ചാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം പാർലമെന്ററി ബോർഡ് യോഗം വിളിച്ചത്. വിമതർ യോഗത്തിനെത്താതിരുന്നാൽ പുറത്താക്കാനായിരുന്നു നീക്കം. പാർലമെന്ററി പാർട്ടി ഓഫീസിൽ വിളിച്ച യോഗത്തിലെത്തിയത് 9 ലോക്സഭാംഗങ്ങളിൽ 3 പേർ മാത്രം. 6 പേർ ഷിൻഡെ ക്യാമ്പിലെത്തി എന്നതിന് ഇതോടെ സ്ഥിരീകരണമായി. വിമതർ ഇതിനകം തന്നെ സ്പീക്കർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കത്ത് നൽകിയതായാണ് റിപ്പോർട്ട്. പാർട്ടിയെ കോൺഗ്രസിൽ ലയിപ്പിക്കാനാണ് സഞ്ജയ് റൌട്ടിന്റെ നീക്കമെന്നും ഇത് അംഗീകരിക്കാൻ കഴിയാത്തതിനാൽ ഷിൻഡെ വിഭാഗത്തോടൊപ്പം ചേരുന്നുവെന്നുമാണ് 4 പേജുള്ള കത്തിന്റെ ഉള്ളടക്കമെന്നാണ് റിപ്പോർട്ട്. ശിവസേന സ്ഥാപക ദിനമായ നാളെ ലയനം പൂർത്തിയാക്കാനാണ് നീക്കം. അതേസമയം സമാജ്വാദി പാർട്ടിയിൽ പിളർപ്പ് അനിവാര്യമെന്നാവർത്തിച്ച് ഉത്തർപ്രദേശ് മന്ത്രി ഓം പ്രകാശ് രാജ്ഭർ വീണ്ടും രംഗത്തെത്തി. പാർട്ടിയിൽ പിളർപ്പെന്ന റിപ്പോർട്ടുകൾ SP നേതൃത്വം തള്ളി. NCPയെ പിളർത്താനും അണിയറയിൽ നീക്കങ്ങൾ നടക്കുന്നതായി അഭ്യൂഹങ്ങളുണ്ട്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.